ലീസ് ഹയർ സെക്കൻഡറി സ്കൂൾ കൂടത്തായിയുടെ യൂട്യൂബ് ചാനലായ SM മീഡിയ അക്കാഡമിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. In the previous class, we discussed about charges, electroscope, the methods of electrification as friction, induction, conduction, like that. And we discussed about the basic properties of charges. In this section, we are discussing about the force of attraction or repulsion between charges, that is about Coulomb's law, and Coulomb's law in vector form and superposition principle. Then the force between charges. അപ്പോൾ എന്താണ് ചാർജുകളെന്നും ചാർജുകളുടെ പ്രോപ്പർട്ടികളെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. നമ്മളിനി പഠിക്കാൻ പോകുന്നത് ചാർജുകൾക്കുള്ള ഫോഴ്സുകൾ അല്ലെങ്കിൽ ഫോഴ്സ് ബിറ്റ്വീൻ ചാർജസ്. രണ്ട് തരത്തിലുള്ള ചാർജുകളുണ്ടെന്നൊക്കെ നാം ഡിസ്കസ് ചെയ്തു. പോസിറ്റീവ് ചാർജുകളുണ്ട്, നെഗറ്റീവ് ചാർജുകളുണ്ട്, ഓപ്പോസിറ്റ് ചാർജുകൾ തമ്മിൽ അട്രാക്ഷൻ ഉണ്ട്, ലൈക്ക് ചാർജസ് തമ്മിൽ റിപ്പൾഷൻ ആണെന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഫോഴ്സ് ബിറ്റ്വീൻ ചാർജസ്. ചാൾസ് അഗസ്റ്റിൻ ഡെ കോളം സയൻറ്റിസ്റ്റ് ആയിരുന്നു. ചാർജുകളെ കുറിച്ച് ഒരുപാട് പഠനങ്ങളൊക്കെ നടത്തി, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ റിപ്പൾഷനൊക്കെ ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ ചാർജിന് പേര് കൊടുത്തു, യൂണിറ്റ് കൊടുത്തു കുളും. ക്യാപിറ്റൽ ലെറ്റർ C എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് കുളുംസ് ലോയെ കുറിച്ചാണ്. ഇപ്പോൾ കുളുംസ് ലോ പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഒന്ന് ഓർത്ത് നോക്കാം. നമ്മൾ ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിച്ചതാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. എന്തായിരിക്കും യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ? നമ്മൾ മാസുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ രണ്ട് മാസുകളെ ഒരു ചെറിയ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ കമ്പാരിറ്റീവ് ഡിസ്റ്റൻസിൽ വെച്ച്, ലാർജ് ഡിസ്റ്റൻസോ സ്മോൾ ഡിസ്റ്റൻസോ ഏത് ഡിസ്റ്റൻസിൽ വെച്ചാലും അവിടെ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ആ ഫോഴ്സിന് വിളിക്കുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. There occurs a force of attraction that is called gravitational force of attraction. അപ്പോൾ നമുക്ക് ഗ്രാവിറ്റേഷൻ ലോ എന്ന് ഓർത്ത് നോക്കാം. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. രണ്ട് മാസുകൾ നമുക്ക് M1 ആൻഡ് M2. അപ്പോൾ ഗ്രാവിറ്റേഷൻ പ്രത്യേകതയുണ്ട്. അവിടെ എന്താണ്? അട്രാക്റ്റീവ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. ഇഫ് ഐ എം പ്ലേസിംഗ് ടു മാസസ് M1 ആൻഡ് M2 സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് R, അങ്ങനെയാണെങ്കിൽ the force of attraction F is directly proportional to product of the masses. Then the product of the masses, F is proportional to M1 and M2. F is proportional to M1, M2. Product of the mass and inversely proportional to square of the distance between them. F is proportional to 1 by R square. ഇപ്പോൾ ഇത് രണ്ട് കാര്യങ്ങൾ നമുക്ക് കമ്പൈൻ ചെയ്യുന്നത് എങ്ങനെ എഴുതാം? F is proportional to M1 M2 divided by R square. നമുക്ക് ആ പ്രൊപ്പോർഷണാലിറ്റി ഒഴിവാക്കാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റിനെ ആഡ് ചെയ്യാണ്. ആ കോൺസ്റ്റന്റിന്റെ പേരാണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ്. നിങ്ങൾക്ക് അതിന്റെ വാല്യൂ ഒക്കെ അറിയാം, ഓർക്കുന്നുണ്ടാവും. G equal to 6.674 into 10 raised to minus 11. യൂണിറ്റ് ഓർക്കുന്നുണ്ടോ? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം റേസ് ടു -2 ഇതായിരുന്നു അതിൻ്റെ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ അത് G ഈസ് കോൾഡ് ദ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ M1 M2 എന്തായിരുന്നു? മാസ്സായിരുന്നു. R അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ ഒന്നേ ഉള്ളൂ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മാത്രം എക്സിസ്റ്റ് ചെയ്യും. അപ്പം ഇതുപോലെ തന്നെ സിമിലർ പാറ്റേണിലുള്ള ഒരു ലോയാണ് കുളുംസ് ലോ. അപ്പോൾ നമ്മളിവിടെ മാസുകളെ റീപ്ലേസ് ചെയ്യും. ആരെ കൊണ്ട് റീപ്ലേസ് ചെയ്യും? ചാർജുകൾ കൊണ്ട് റീപ്ലേസ്. അപ്പം മെയിൻ ഡിഫറൻസ് എന്തായിരിക്കും? മാസുകൾ തമ്മിൽ അട്രാക്ഷനാണ്. പക്ഷെ ചാർജുകൾ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള ചാർജ്. നമ്മുടെ ബാക്കിലുള്ള ഒന്നാമത്തെ ഡയഗ്രം നോക്കുക. ഒന്നാമത്തെ ഡയഗ്രത്തിൽ രണ്ട് ചാർജുകൾ കാണും അല്ലേ? രണ്ട് പോസിറ്റീവ് ചാർജുകൾ. ആ രണ്ട് പോസിറ്റീവ് ചാർജുകൾ R ഡിസ്റ്റൻസിൽ വെച്ചിരിക്കും. ഇപ്പോൾ ഡിസ്റ്റൻസ് അളക്കുമ്പോൾ, മാസ് ഒക്കെ അളക്കുന്ന സമയത്ത് നമ്മൾ എവിടെ നിന്ന് അളക്കുന്നത്? സെൻട്രൽ നിന്നാണ് അളക്കുന്നത്. അപ്പോൾ ചാർജുകൾ വളരെ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് ആണ്, പക്ഷേ ഡിസ്റ്റൻസ് R. അപ്പോൾ ഈ രണ്ട് പോസിറ്റീവ് ചാർജുകൾ റിപ്പൽ ചെയ്യും. ആ റിപ്പൽ ചെയ്യുന്ന ഡയറക്ഷനാണ് F എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓപ്പോസിറ്റ് പൊളാരിറ്റി ഉള്ള ചാർജുകളാണെങ്കിലോ അവരെന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. നമുക്കൊന്ന് കുളുംസ് ലോയെ ഒന്ന് ഗ്രാവിറ്റേഷണൽ ലോ എഴുതിയതുപോലെ തന്നെ നമുക്കൊന്ന് എഴുതി നോക്കാം. എങ്ങനെ എഴുതി ഡിഫൈൻ ചെയ്യാം? നമുക്ക് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ. രണ്ട് ടൈപ്പ് ചാർജുകൾ ഉണ്ടാകും. അവിടെ അട്രാക്ഷൻ ഉണ്ടാകാം, റിപ്പൾഷൻ ഉണ്ടാകാം. ഞാൻ ഒന്ന് ഡിഫൈൻ ചെയ്യാണ്. ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് റിപ്പൾഷൻ between any two charges is directly proportional to the product of magnitude of charges and inversely proportional to square of the distance between the charges. ഇപ്പോൾ കുളുംസ് ലോ എനിക്ക് മാത്തമാറ്റിക്കലി എഴുതി നോക്കാൻ പോവാണ്. F is proportional to
പ്രോഡക്റ്റ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ്. എന്തിനാ മാഗ്നിറ്റ്യൂഡ് എടുക്കുന്നത്? രണ്ട് പൊളാരിറ്റിയുള്ള ചാർജുകളാകുമ്പോൾ അവിടെ മൈനസിനെ താൽക്കാലികമായി ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? മാഗ്നിറ്റ്യൂഡ് എടുക്കും. ഓക്കെ, എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ചാർജസ്. എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു Q1 Q2. F is inversely proportional ആണ്. അപ്പം നമുക്ക് എഴുതാം F is proportional to 1 by R square. Square of the distanceന്റെ inversely proportional. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മൾ എഴുതി നോക്കുകയാണ്. F is proportional to Q1 Q2 divided by R square. F is proportional to Q1 Q2 divided by R square. Proportionality ഒഴിവാക്കുന്നു. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആഡ് ചെയ്ത പോലെ തന്നെ കുളംബ്സ് ലോയിൽ നമ്മളൊരു കോൺസ്റ്റന്റിനെ ആഡ് ചെയ്യുന്നു. ആ കോൺസ്റ്റന്റ് തൽക്കാലം K എന്ന് കരുതും. ഇപ്പോൾ Kക്ക് ഞാൻ കോൺസ്റ്റന്റ് വാല്യൂ ആണ്, അത് ഞാൻ കൊടുക്കുന്നു. K ഈക്വൽ ടു 1 by 4 pi epsilon 0, where epsilon 0 is called permittivity of free space or air or vacuum. Epsilon 0 എന്ന് പറഞ്ഞാൽ ഫ്രീ സ്പേസിന്റെ എയറിന്റെ വാക്യൂത്തിന്റെ പെർമിറ്റിവിറ്റിയാണ്. നമ്മൾ അതിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. Epsilon 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ Epsilon naught എന്ന് വിളിക്കാം, ഞാൻ Epsilon 0 എന്ന് പറയുന്നു. Epsilon 0 ഈക്വൽ ടു 8.854 into 10 raised to minus 12 Coulomb square, Newton raised to minus 1, meter raised to minus 2. ഈ വാല്യൂ K ഈക്വൽ ടു 1 by 4 pi epsilon 0യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 1 by 4 pi epsilon 0യുടെ വാല്യൂ കിട്ടുക 9 into 10 raised to 9 എന്നാണ്. അപ്പോൾ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യാൻ നേരത്ത് വളരെ ആവശ്യമുള്ള ഒരു ടേമാണ്. 1 by 4 pi epsilon 0യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 9 into 10 raised to 9. അപ്പോൾ കൂളംബ്സ് ലോ എന്ന് ഓർക്കുക, F is proportional to Q1 Q2 divided by R square. പ്രൊപ്പോർഷണാലിറ്റി ഒഴിവാക്കുന്നു. F is equal to K Q1 Q2 divided by R square. Kക്ക് പകരം ആഡ് ചെയ്യുന്നു 1 by 4 pi epsilon 0. അപ്പോൾ ഈ കൂളംബ്സ് ലോ നമുക്കൊന്ന് എന്താണ് ഒരു കുളുംബ് ഒന്ന് ഡിഫൈൻ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം. F ഈക്വൽ ടു 1 by 4 pi epsilon 0 Q1 Q2 ഡിവൈഡ് ബൈ R square. ഞാൻ രണ്ട് ചാർജുകൾ എടുക്കുകയാണ്. ആ രണ്ട് ചാർജുകൾ 1 കുളുംബാണ്. ഞാൻ സെയിം ചാർജുകൾ എടുത്തു വരും. അപ്പം 1 കൂളും അവർ 1 മീറ്റർ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ത് കിട്ടും? Q1 പകരം 1 കൊടുക്കുക, Q2 പകരം 1 കൊടുക്കുക, R പകരം 1 കൊടുക്കുക. അപ്പം നമുക്ക് എന്ത് വാല്യൂ വരുള്ളൂ? 1 by 4 pi epsilon 0യുടെ വാല്യൂ വരുള്ളൂ. ദാറ്റ് ഈസ് 9 into 10 raised to 9. 1 coulomb is the charge that when placed at a distance of 1 meter from another charge of same magnitude in vacuum experiences an electrical force of repulsion of magnitude 9 into 10 raised to 9 Newton. അപ്പം ഓപ്പോസിറ്റ് ചാർജുകൾ വെച്ച് കഴിഞ്ഞാലോ എന്ത് വരും? ഒരു അട്രാക്ഷൻ ആവുന്ന മാത്രമേ ഡിഫറൻസ് ഉണ്ടാവുകയുള്ളൂ. അപ്പം നമ്മൾ ഇപ്പോൾ പറഞ്ഞത് നമ്മൾ രണ്ട് ചാർജുകൾ എവിടെയാണ് വെച്ചിരുന്നത്? വാക്വത്തിലാണ്, സ്പേസിലാണ്, എയറിലാണ് വരുന്നത്. അപ്പം ഞാൻ അതിന് പകരം ഈ രണ്ട് ചാർജുകളെ ഒരു മീഡിയത്തിൽ വെച്ചു എന്ന് കരുതും. വ്യത്യാസമുള്ളൂ. Epsilon 0 പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആയിരുന്നെങ്കിൽ ഞാൻ ഇവിടെ എപ്സിലോൺ ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് എപ്സിലോൺ ഈസ് ദ പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിയാണ്, കിടത്തിവിടാനുള്ള കഴിവ്, പെർമിറ്റിവിറ്റിയാണ്. ഓക്കെ, അപ്പൊ എന്താ വ്യത്യാസം വരിക? നമുക്ക് കൂളംബ്സ് ലോ ഒന്ന് മാറ്റി എഴുതാം. F is equal to 1 by 4 pi epsilon. ചാർജുകൾ മീഡിയത്തിലാണ് വെക്കുന്നതെങ്കിൽ Epsilon 0 എന്ന് മാറ്റുന്നു. ആരാക്കി മാറ്റുന്നു? എപ്സിലോൺ കൊണ്ട് മാറ്റും. ദാറ്റ് ഈസ് F is equal to 1 by 4 pi epsilon Q1 Q2 divided by R square. അപ്പോൾ എപ്സിലോൺ എനിക്ക് എങ്ങനെ എഴുതാം? എപ്സിലോൺ R എപ്സിലോൺ 0 എന്ന് എഴുതാം. Where epsilon 0 is the permittivity of free space and epsilon R is the relative permittivity. Relative permittivity എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ആണ്, സംതിങ് റിലേറ്റഡ് ആണ്. epsilon R equal to epsilon divided by epsilon. So that is the ratio of permittivity of medium divided by permittivity of free space. അപ്പോൾ ചാർജുകളെ സ്പേസിൽ വെച്ചു, അല്ലെങ്കിൽ വാക്വത്തിൽ വെച്ചു, അല്ലെങ്കിൽ എയറിൽ വെച്ചു. നമുക്ക് എങ്ങനെ എഴുതാം? F is equal to 1 by 4 pi epsilon 0 Q1 Q2 divided by R square. ചാർജുകളെ മീഡിയത്തിൽ വെച്ചു. നമുക്ക് എങ്ങനെ എഴുതാം? 1 by 4 pi epsilon Q1 Q2 divided by R square. Epsilon എന്ന് പറഞ്ഞാൽ epsilon R, force of attraction or repulsion between two charges when they are placed in vacuum. എങ്ങനെ എഴുതാം? വാക്വത്തിലാണെങ്കിൽ FV equal to 1 by 4 pi epsilon 0 Q1 Q2 divided by R square. അവരെ മീഡിയത്തിൽ വെച്ചാൽ എങ്ങനെ കിട്ടും? ഫോർ മീഡിയം FM
equal to 1 by 4 pi epsilon. Epsilon പറഞ്ഞാൽ മാറ്റുന്നു epsilon 0 epsilon r. Epsilon r q1 q2 divided by r square. ഞാൻ റേഷ്യോ എടുക്കുക. റേഷ്യോ എടുത്തത് വരും fm divided by fv equal to epsilon r. Or I can write the relative permittivity as the ratio of force of attraction or repulsion between two charges that are placed in a medium to that are placed in vacuum. Then നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അവർ തമ്മിൽ സിമിലാരിറ്റി ഉണ്ട്. The basic similarities are both forces act along line joining the masses or the charges. രണ്ട് ചാർജുകളെ കമ്പൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ രണ്ട് മാസുകളെ കമ്പൈൻ ചെയ്യുന്ന along the line ആയിരിക്കും അവർ. They obey inverse square law. എന്താ inverse square law? Proportional to 1 by r square. മെയിൻ ആയിട്ടുള്ള ഡിഫറൻസും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. The difference. Gravitational force is attractive. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അട്രാക്റ്റീവ് ആണ്. ഞാൻ പോസിറ്റീവ് വാല്യൂ മാത്രം കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തു. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അട്രാക്റ്റീവ് ഉണ്ട്, റിപ്പൾസീവ് ഉണ്ട്. എന്തുകൊണ്ടാണ്? രണ്ട് തരത്തിലുള്ള ചാർജുകളുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ചാർജസ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മീഡിയം. ജി എന്നുള്ളത് എവിടെ വെച്ചാലും കോൺസ്റ്റന്റ് വാല്യൂ ആണ്. സ്പേസിൽ വെച്ചാലും മീഡിയത്തിൽ വെച്ചാലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കോൺസ്റ്റന്റ് വാല്യൂ ആണ്. പക്ഷേ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഈസ് മീഡിയം ഡിപ്പെൻഡന്റ് ആണ്. അങ്ങനെ മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ടേമാണ് നമ്മൾ ആ ഇക്വേഷനിൽ ആഡ് ചെയ്തത് 1 by 4 pi epsilon 0. ഫ്രീ സ്പേസ് ആണെങ്കിൽ മീഡിയത്തിലാണെങ്കിൽ 1 by 4 pi epsilon. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മീഡിയം ഡിപ്പെൻഡന്റ് ആണ്. The main difference, the medium dependent. Gravitational force is the weakest force. നമ്മൾ കഴിഞ്ഞ വർഷം ഫിസിക്കൽ വേൾഡിൽ ബേസിക് ഫോഴ്സുകളെ കുറിച്ചൊക്കെ പഠിച്ച ആളുകളാണ്. അപ്പോൾ അതിലെ സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ഓർക്കുന്നുണ്ടോ? ഫോഴ്സ് ഒക്കെ ഓർക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഫോഴ്സാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് എ സ്ട്രോങ് ഫോഴ്സ്. അപ്പോൾ നമുക്കത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യേണ്ടത്. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഗ്രാവിറ്റേഷൻ ഫോഴ്സുമുള്ള റിലേറ്റീവ് സ്ട്രെങ്ത്തിനെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള സിമ്പിൾ പ്രോബ്ലമാണ്. ആ പ്രോബ്ലം എങ്ങനെയാണ്? എ ഹൈഡ്രജൻ ആറ്റം കൺസിസ്റ്റ് ഓഫ് ആൻ ഇലക്ട്രോൺ ആൻഡ് പ്രോട്ടോൺ. നമുക്കറിയാം ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആറ്റമാണ് ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ അവർക്കൊരു ഇലക്ട്രോണും ഉണ്ട്, പ്രോട്ടോൺ. They are separated by a distance or average distance between the two charges is r equal to 0.53 into 10 raised to minus 10 meter. Find the relative forces due to electric charge and gravity between the particles. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ട ഇക്വേഷൻസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ രണ്ട് ഫോഴ്സ് കണ്ടുപിടിക്കാം. ഒന്നാമത്തെ ഫോഴ്സ് എന്തായിരുന്നു? കുളും ഫോഴ്സ് ആണ്. ഇപ്പോൾ കുളും ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? അല്ലെങ്കിൽ കുളും അട്രാക്റ്റീവ് ഫോഴ്സ് എങ്ങനെ ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? F equal to 1 by 4 pi epsilon 0 q1 q2 divided by r square. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്താ? F is equal to g m1 m2 divided by r square. അപ്പോൾ നമുക്ക് ആദ്യം ചാർജുകൾ അറിയണം. പ്രോട്ടോണിന്റെ ചാർജ് എന്തായിരുന്നു? പോസിറ്റീവ് ചാർജ്. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ചാർജ് ആണ്. വാല്യൂ നിങ്ങൾക്കറിയാം, രണ്ടും മൈനസ് ഡിഫറൻസേ ഉള്ളൂ. 1.6 into 10 raised to minus 19 കൂളുംബാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് കുളുംസ് ലോ വെച്ച് നമുക്ക് അവർ തമ്മിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? കെക്ക് പകരം 1 by 4 pi epsilon 0 വരെ 9 into 10 raised to 9 ആഡ് ചെയ്യാം. ഒന്ന് ചെയ്ത് നോക്കാം. Q1 പകരം എന്ത് ആഡ് ചെയ്യണം? പ്രോട്ടോണിന്റെ ചാർജ് ആഡ് ചെയ്യുക. ഓക്കെ, എന്താ? 1.6 into 10 raised to minus 9. Q2 പകരം ഇലക്ട്രോണിന്റെ ചാർജ് 1.6 into 10 raised to, അല്ലെങ്കിൽ നമുക്ക് Q സ്ക്വയർ എന്ന് എഴുതും. ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 0.53 into 10 raised to minus 10 meter. അതിന്റെ സ്ക്വയർ ചെയ്യും. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് അബൌട്ട് 8.2 into 10 raised to minus 10 ന്യൂട്ടൺ ആണ്. നമുക്ക് ന്യൂട്ടൺസ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കണ്ടുപിടിക്കും. എന്താ ഇക്വേഷൻ? F is equal to g m1 m2 divided by r square. ജി എന്തായിരുന്നു? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് അറിയുന്നതാണ്. ഓക്കെ, ഇനി ഇലക്ട്രോണിന്റെ മാസ് അറിയണം, പ്രോട്ടോണിന്റെ മാസ് അറിയണം. ഇലക്ട്രോണിന്റെ മാസ് എന്തായിരുന്നു? 9.1 into 10 raised to minus 31 കിലോഗ്രാം. പ്രോട്ടോണിന്റെ മാസ് നിങ്ങൾക്ക് അറിയാം 1.67 into 10 raised to minus 26 കിലോഗ്രാം. ഈ ഇക്വേഷൻ ഒന്ന് ആഡ് ചെയ്യുക. ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് 6.6 into 10 raised to minus 11 ആഡ് ചെയ്യുക. ഇലക്ട്രോണിന്റെ മാസ് ആഡ് ചെയ്യുക, പ്രോട്ടോണിന്റെ മാസ് ആഡ് ചെയ്യുക. ഡിസ്റ്റൻസ് നമുക്ക് വന്നിട്ടുണ്ട് 0.53. അത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക 3.6 into 10 raised to minus 4 ന്യൂട്ടൺ ആണ്. നമുക്ക് റേഷ്യോ കണ്ടുപിടിക്കാം. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ Fe ഡിവൈഡ് ബൈ Fg. നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുക 2.3 into 10 raised to 39. Moving to Coulomb's law in vector form. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു.
കുളംസ് ലോ ഡിസ്കസ് ചെയ്തു. ആ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം ഫോഴ്സ് എന്നൊരു ടേം അവിടെ ഉപയോഗിച്ചു. ഫോഴ്സാണ്. അപ്പോൾ ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതിന് രണ്ട് ടേമുകൾ വേണം, ഒരു മാഗ്നിറ്റ്യൂഡ് വേണം, ഒരു ഡയറക്ഷനും വേണം. അപ്പോൾ കുളംസ് ലോയെ നമുക്ക് വെക്റ്റർ ഫോമിൽ എഴുതാൻ പോകണം. നമ്മുടെ 3 ഡയഗ്രാംസ് ശ്രദ്ധിക്കുക, എ ബി സി. ബാക്കിൽ നിങ്ങൾ ഡയഗ്രാം നോക്കുക. സെയിം ചാർജുകൾ എടുത്തതെങ്കിൽ ഞാൻ F12 എന്ന് എഴുതി. ദാറ്റ് മീൻസ് ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2. F12 ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2. റൈറ്റ് സൈഡിൽ നോക്കിയേ, F21 ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു ഫസ്റ്റ്. രണ്ടാമത്തെ ബി ഡയഗ്രാം നോക്കുക, രണ്ടും സെയിം ചാർജ്, നെഗറ്റീവ് ചാർജാണ്. ഇപ്പം നോക്കുക, റിപ്പൾഷൻ ആണ് നടക്കുക എലോങ് ദ ലൈൻ ജോയിൻ, നേരെ പുറത്തേക്ക് പോകണം. ദാറ്റ് മീൻസ് F12 ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു സെക്കൻഡ്. F21 ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു ഫസ്റ്റ്. ഓപ്പോസിറ്റ് ചാർജുകളാണ് വെച്ചതെങ്കിലോ അവരെന്തുണ്ടാവും? അട്രാക്ഷൻ ഉണ്ടാവും. ദാറ്റ് മീൻസ് F12 ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2. F21 ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 1. ഈ തരത്തിൽ നമുക്കൊരു യൂണിറ്റ് വെക്ടറും കൂടി ആഡ് ചെയ്ത് ഒരു മാഗ്നിറ്റ്യൂഡ്, നേരത്തെ കുളംസ് ലോയിൽ കിട്ടിയത് മാഗ്നിറ്റ്യൂഡ് ഫോം ആയിരുന്നു. ആ മാഗ്നിറ്റ്യൂഡിൻ്റെ കൂടെ നമ്മളൊരു ഡയറക്ഷനും കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മൾ കുളംസ് ലോയിൽ നിന്ന് മാറ്റുകയാണ്, വെക്ടർ ഫോമിൽ എഴുതുകയാണ്. ഇപ്പം നിങ്ങൾ കഴിഞ്ഞ വർഷം പൊസിഷൻ വെക്ടറുകളും യൂണിറ്റ് വെക്ടറും ഡിസ്പ്ലേസ്മെന്റ് വെക്ടറും ഒക്കെ പഠിച്ചവരാണ്. ഒറിജിനിൽ നിന്ന് r ദൂരത്തിൽ ഒരു ചാർജ് വെച്ചു എന്ന് കരുതുന്നത്. ഇപ്പം നമുക്ക് 2 ചാർജുകളുടെ സിസ്റ്റം ആയിക്കോട്ടെ, അട്രാക്ഷനോ റിപ്പൾഷനോ ആകാം, നമ്മൾ എടുക്കുന്ന സെയിം ചാർജുകൾ എടുക്കുന്നു. അപ്പം എന്താ സംഭവിക്കുക? അവിടെ റിപ്പൾഷൻ നടക്കുക. ഒറിജിനിൽ നിന്ന് R2 ദൂരത്തിൽ Q2 എന്നുള്ള ചാർജ് വെച്ചിരിക്കുകയാണ്. ഒറിജിനിൽ നിന്ന് R1 ദൂരത്തിൽ Q1 എന്നുള്ള സെയിം ചാർജ് സംഭവിക്കും, റിപ്പൽ ചെയ്യും. F12 ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2. Q1നെ Q2 റിപ്പൽ ചെയ്യും. നോക്കിയ ഡയഗ്രാം നോക്കിയ, ഏറ്റവും താഴെ ഡയഗ്രാം നോക്കുക, ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും പോകും. ഇനി Q2 എന്നുള്ള ചാർജ് നോക്കിയേ, അതിൽ Q1 എന്നുള്ള ചാർജ് റിപ്പൽ ചെയ്യണം. ദാറ്റ് ഈസ് F21 ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു ഫസ്റ്റ് ചാർജ്. അവരൊക്കെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ദ യൂണിറ്റ് വെക്ടർ ഈസ് ഡയറക്റ്റിംഗ് ആസ് R21 ആണ് അവരുടെ ഇടയ്ക്കുള്ള യൂണിറ്റ് വെക്ടർ. നമുക്കൊന്ന് ശ്രദ്ധിക്കാൻ നോക്കാം. നമുക്ക് 2 ചാർജുകൾ പ്ലേസ് ചെയ്തിരിക്കുകയാണ്, Q1 Q2. ആ ഡയഗ്രാം നോക്കുക, Q1 Q2 സെയിം ചാർജുകളാണ്. അപ്പോൾ സെയിം ചാർജുകൾ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. പ്രോഡക്റ്റ് ഓഫ് ദ ചാർജ് എടുത്ത് എന്ത് വരും? ഗ്രേറ്റർ ദാൻ 0. എന്തുകൊണ്ടാണ്? സെയിം ചാർജുകൾ ആയതുകൊണ്ട് അവിടെ ഗ്രേറ്റർ ദാൻ 0. രണ്ടാമത്തെ ഡയഗ്രാം നോക്കി, പ്രോഡക്റ്റ് ഓഫ് ദ ചാർജസ് Q1 Q2 ലെസ് ദാൻ 0. എന്തുകൊണ്ട് ലെസ് ദാൻ 0 എന്നത്? ഓപ്പോസിറ്റ് ചാർജുകൾ. അപ്പോൾ ഓപ്പോസിറ്റ് ചാർജുകൾ എന്ത് സംഭവിക്കും? അവർ തമ്മിൽ അട്രാക്ഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഡയഗ്രാം നോക്കാം. ഒന്നാമത്തെ ഡയഗ്രത്തിൽ Q2 എന്നുള്ള ചാർജിനെ Q1 എന്നുള്ള ചാർജ് റിപ്പൽ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഡയഗ്രാം നോക്കി, Q2നെ Q1 എന്നുള്ള ചാർജ് റിപ്പൽ ചെയ്യാണ്. ദാറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദ ചാർജ് Q2, ദാറ്റ് ഈസ് F21 ഫോഴ്സ് ഓൺ Q2 ഡ്യൂ ടു Q1. നമുക്ക് ഇക്വേഷൻ എഴുതി നോക്കാം. F21 ഫോഴ്സ് ഓൺ സെക്കൻഡ് ചാർജ് ഡ്യൂ ടു ഫസ്റ്റ് ചാർജ്, ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് 1/4πε0. Q1 പ്രോഡക്റ്റ് ഓഫ് ദ ചാർജസ് Q1 Q2 ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ Q1ന്റെയും Q2ന്റെ ഇടയ്ക്ക് ഡിസ്റ്റൻസ് എത്രയാ? R21 തന്റെ സ്ക്വയർ, R21 സ്ക്വയർ. ആ ഡയറക്ഷൻ, ദ യൂണിറ്റ് വെക്ടർ ഡയറക്റ്റിംഗ് ഓർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് F21 ഈസ് R21 ക്യാപ്. അതുപോലെ തന്നെ നമുക്ക് ഇതേ രീതിയിൽ ഫസ്റ്റ് ചാർജിൽ Q1 ചാർജിൽ Q2 എന്നുള്ള ചാർജ് ഒരു റിപ്പൾസീവ് ഫോഴ്സ് എക്സ് തന്നെ. എങ്ങനെ ചെയ്താൽ നമുക്ക് F12 ഫോഴ്സ് ഓൺ ഫസ്റ്റ് ചാർജ് ഡ്യൂ ടു സെക്കൻഡ് ചാർജ്, F12 ഫോഴ്സ് ഓൺ ഫസ്റ്റ് ചാർജ് ഡ്യൂ ടു സെക്കൻഡ് ചാർജ് ഈക്വൽ ടു 1/4πε0 constant. Product of the charges Q1 Q2 divided by R1 square, distance between the charges, into the unit vector in the direction of F12 is R12 cap. നിങ്ങൾ ശ്രദ്ധിച്ചേ, 2 ക്വാണ്ടിറ്റികളും F12 നമ്മുടെ ഡിഫറൻസ് എന്താ? ഒരു യൂണിറ്റ് വെക്ടർ, അതായത് ഡയറക്ഷൻ രണ്ടും 2 ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. ആ യൂണിറ്റ് വെക്ടറിന്റെ ഡയറക്ഷനിൽ മാത്രമേ അവിടെ എന്ത് വ്യത്യാസമുള്ളൂ? ഫോഴ്സുകളുടെ വ്യത്യാസം ഉള്ളൂ. ദാറ്റ് മീൻസ് എനിക്ക് R21നെ അല്ലെങ്കിൽ R12നെ ഞാനൊന്ന് റീപ്ലേസ് ചെയ്യാണ് -R21. യൂണിറ്റ് വെക്ടർ R12നെ എനിക്ക് എങ്ങനെ എഴുതാം? -R21 എഴുതാം. അങ്ങനെയാണ് നമുക്ക് എങ്ങനെ എഴുതാം? -F21. ഇപ്പൊ 2 ഫോഴ്സ് നമ്മൾ എന്ത് വ്യത്യാസമുള്ളൂ? സെയിം ചാർജുകൾ സെയിം പൊളാരിറ്റി ആണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. എങ്ങനെ എഴുതാം? നമുക്ക് F21 ഈക്വൽ ടു -F21 എന്ന് എഴുതാം.
അതെന്താണ്? ന്യൂട്ടൻ്റെ തേർഡ് ലോ ആണ്. കൂളംസ് ലോ എഗ്രീസ് വിത്ത് ന്യൂട്ടൺസ് തേർഡ് ലോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും അവർ തമ്മിൽ ക്യാൻസൽ ആയി പോകില്ലെന്ന്. ക്യാൻസൽ ആയി പോകില്ല. രണ്ട് ഫോഴ്സും ഡിഫറെൻറ്റ് ബോഡികളിലാണ് എക്സേർട്ട് ചെയ്യപ്പെടുന്നത്. F21 എന്നുള്ളത് Q2 എന്നുള്ള ചാർജിലും F12 എന്നുള്ളത് Q1 എന്നുള്ള ചാർജ്. അപ്പോൾ ഡിഫറെൻറ്റ് ബോഡീസിൽ അത് എക്സേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അവർ ക്യാൻസൽ ആയി പോകില്ല. പക്ഷേ കൂളംസ് ലോ എഗ്രീസ് വിത്ത് ന്യൂട്ടൺസ് തേർഡ് ലോ. അപ്പോൾ നമുക്കൊന്ന് സിസ്റ്റം ഓഫ് ചാർജ്, ഇവിടെ രണ്ട് ചാർജുകളെ കുറിച്ചാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് സിസ്റ്റം ഓഫ് ചാർജുകളെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിനെ കുറിച്ച് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ: force on a charge due to a number of charges is the vector sum of forces due to individual charges. That is F vector. ഒരു Q എന്നുള്ള വെക്ടർ വെച്ചു, ആ വെക്ടറിന് ചുറ്റും ഒരുപാട് ചാർജുകൾ വെച്ചു എന്ന് വരും. ഒരു ചാർജ്, ആ ചാർജിന് ചുറ്റും ഒരുപാട് ചാർജുകൾ വെച്ചു എന്ന് വരും. ദാറ്റ് ഈസ് F വെക്ടർ ഈക്വൽ ടു വെക്ടർ സം ഓഫ് ഫോഴ്സ് ഡ്യൂ ടു Q1 ചാർജ്. Q എന്നുള്ള ചാർജ് വെച്ചു, അതിനടുത്ത് Q1 എന്നുള്ള ചാർജ് വെച്ചു, അത് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് F1. Q എന്നുള്ള ചാർജിൻ്റെ അടുത്ത് Q2 എന്നുള്ള ചാർജ് വെച്ചു, അത് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് F2. വീണ്ടും ഞാൻ Q3 എന്നുള്ള ചാർജ് Q എന്നുള്ള ചാർജിൻ്റെ അടുത്ത് വെച്ചു, ദാറ്റ് ഈസ് F3. N ചാർജുകൾ വെച്ചു, ദാറ്റ് ഈസ് Fn. ദാറ്റ് ഈസ് ദ ഫോഴ്സ് charge due to a number of charges is the vector sum of forces due to individual charges. നമുക്കൊന്ന് മൂന്ന് ചാർജുകളുടെ സിസ്റ്റം കൺസിഡർ ചെയ്യാം. ഇതിനെ കൂടുതലായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫോഴ്സ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസ്. ഇപ്പോൾ ഡയഗ്രാം നോക്കാം. Q1 എന്നുള്ള ചാർജ് വെച്ചിരിക്കുക. ആ Q1 എന്നുള്ള ചാർജ് ഒറിജിനിൽ നിന്ന് R1 ദൂരത്തിലാണ്. ഞാൻ Q2 എന്നുള്ള ചാർജ് പ്ലേസ് ചെയ്യാണ് ഒറിജിനിൽ നിന്ന് R2 ഡിസ്റ്റൻസ്. Q3 എന്നുള്ള ചാർജ് പ്ലേസ് ചെയ്യാണ് ഒറിജിനിൽ നിന്ന് R3 ഡിസ്റ്റൻസിൽ. ശ്രദ്ധിക്കണം, Q1 ചാർജ് R1 ദൂരത്തിൽ, Q2 ചാർജ് R2 ദൂരത്തിൽ, Q3 ചാർജ് R3 ദൂരത്തിൽ. Our aim is to find force experienced by charge Q1. Q1 എന്നുള്ള ചാർജിന് കിട്ടുന്ന ഫോഴ്സ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ആരുകൊണ്ടൊക്കെ ആയിരിക്കും ഫോഴ്സ് ഉണ്ടാവുക? Q2 എന്നുള്ള ചാർജ് കൊണ്ടും Q3 എന്നുള്ള ചാർജ് കൊണ്ടും അതിന് റിപ്പൾസീവ്, സെയിം ചാർജുകൾ എടുത്തെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ എഴുതിയേക്കാം. ഫോഴ്സ് ഓൺ ഫസ്റ്റ് ചാർജ് ഡ്യൂ ടു സെക്കൻഡ് ചാർജ്. വെക്ടർ ക്വാണ്ടിറ്റി ആണ്, മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഒരു ഡയറക്ഷനും ഉണ്ട്. F12 ഫോഴ്സ് ഓൺ ഫസ്റ്റ് ചാർജ് ഡ്യൂ ടു സെക്കൻഡ് ചാർജ്. എങ്ങനെ എഴുതാം? 1/4πε0. രണ്ട് ചാർജുകൾ Q1 Q2 ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം R12 സ്ക്വയർ. ഇനി ഒരു വെക്ടർ ക്വാണ്ടിറ്റി വേണം, അത് ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ റെപ്രസെന്റ് ചെയ്യുന്ന വെക്ടർ ക്വാണ്ടിറ്റി. R21 ഈസ് ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് F12. സിമിലർലി നമുക്ക് Q1ൽ Q3 എന്നുള്ള ചാർജ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? F13 ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു Q3 ചാർജ്. F13 ഈക്വൽ ടു 1/4πε0 Q1 Q3 ഡിവൈഡഡ് ബൈ R13 സ്ക്വയർ. എന്താ R13? ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ Q1 ആൻഡ് Q3 ആൻഡ് ദ യൂണിറ്റ് വെക്ടർ R13 cap. R13 cap is the unit vector in the direction of F13. നിങ്ങൾ ആ ഡയഗ്രം നോക്കിയേ. ആ ഡയഗ്രം നോക്കുക. Q1 എന്നുള്ള ചാർജിലേക്ക് മുകളിലേക്ക് പോകുന്നത് F13, അതുപോലെ റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു F12. ശ്രദ്ധിച്ചു നോക്കുക, പാരലോഗ്രത്തിന്റെ രണ്ട് സൈഡുകളാണ്. Then the resultant is F1. F1 is equal to F12 plus F13. 1/4πε0 Q1 Q2 divided by R1 square. യൂണിറ്റ് വെക്ടർ എഴുതുക R12 cap plus തേർഡ് ചാർജ് ഉണ്ട് Q3 ചാർജ് കൊണ്ട് Q1 എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, ദാറ്റ്സ് പ്ലസ് 1/4πε0 Q1 Q3 divided by R13 square. യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് F13 R13. ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു ആനിമേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. മൂന്ന് ചാർജുകളെ സ്പേസിൽ വെച്ചിരിക്കുകയാണ് Q1 Q2 Q3. അവരുടെ ഡിസ്റ്റൻസ് നോക്കുക. Q1 അറ്റ് എ ഡിസ്റ്റൻസ് R1, Q2 അറ്റ് എ ഡിസ്റ്റൻസ് R3, Q3 അറ്റ് എ ഡിസ്റ്റൻസ് R3. Q1 എന്നുള്ള ചാർജിൽ Q2 കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് F12. F12 എഴുതാം. F12 equal to 1/4πε0 Q1 Q2 divided by R12 square. യൂണിറ്റ് വെക്ടർ ഡയറക്ഷൻ നോക്കിയേ. യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് F12 R cap R12 cap. ഡിസ്റ്റൻസ് നോക്കുക. ഡിസ്റ്റൻസ് എന്തായിരുന്നു? R12 ആയിരുന്നു. ആ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ ആണ് F12ന്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ ആണ് R12. സിമിലർലി F13 ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു
third charge. That is equal to 1 by 4 pi epsilon 0 Q1 Q3 divided by R13 square. ആ ഡയറക്ഷണൽ യൂണിറ്റ് വെക്ടർ എന്തായിരുന്നു? R13 cap. R13 cap is the unit vector in the direction of F13. കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. F12 ന്റെ ഡയറക്ഷണൽ യൂണിറ്റ് വെക്ടർ ആണ് R12 cap. F13 യുടെ ഡയറക്ഷണൽ യൂണിറ്റ് വെക്ടർ ആണ് R13 cap. അപ്പോൾ നമുക്ക് രണ്ട് വെക്ടറുകൾ കിട്ടി, F12 ആൻഡ് F13. നമുക്ക് റിസൾട്ടന്റ് കണ്ടുപിടിക്കാം. F1 അതിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് ഓൺ 1. F1 equal to F1 force on the first charge Q1 charge is equal to vector sum F12 plus F13 belongs to the sides of a parallelogram. Then the diagonal represents the resultant. നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതിന്റെ പാരലലോഗ്രമിലൂടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. F1 equal to root of F1 square plus F13 square plus 2F1 F12 F13 cos theta, where theta is the angle between F13 and F12. നമുക്ക് ഒരുപാട് ചാർജുകളുള്ള ഒരു സിസ്റ്റമാണെന്ന് കരുതുക. അപ്പം അതിന് വിളിക്കുന്ന പേരാണ് ഫോർ എ സിസ്റ്റം ഓഫ് n ചാർജസ്. n നമ്പർ ഓഫ് ചാർജുകളുണ്ട്. നമുക്ക് എണ്ണിയാൽ തീരില്ല, അത്രയും ചാർജുകളാണ് n നമ്പർ ഓഫ് ചാർജസ്. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാം? Q1 എന്നുള്ള ചാർജ് വെച്ചിരിക്കുകയാണ്, അതിന് ചുറ്റും n ടൈംസ് ചാർജുകൾ, Q1 ചാർജ്, Q2 ചാർജ്, Q3 ചാർജ്, അങ്ങനെ n ടൈംസ് ചാർജുകൾ. വെക്ടർ സം F1 equal to F12 plus F13 plus അപ് ടു വരെ F1n വരെ എടുക്കും. ഇക്വേഷൻ ഇത് എങ്ങനെ ഉണ്ടാവും? 1 by 4 pi epsilon 0 Q1 Q2 divided by R1 square unit vector R12 cap plus 1 by 4 pi epsilon 0 Q1 Q3 third charge കൊണ്ട് Q1 Q3 divided by R13 square R cap. ഏത്? R13. R13 is the unit vector in the direction of F13. എവിടം വരെ? 1 by 4 pi epsilon 0 Q1 എന്നുള്ള ചാർജിൽ nth ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് Q1 Qn divided by R1n square ഡിസ്റ്റൻസ് ബിറ്റ്വീൻ. ആ ഡയറക്ഷണൽ യൂണിറ്റ് വെക്ടർ എന്തായിരിക്കും? R1n cap ആണ്. നമുക്ക് മാത്തമാറ്റിക്കലി സോൾവ് ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടി നമ്മൾ സമ്മേഷൻ ഒക്കെ ആഡ് ചെയ്യാറുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം 1 by 4 pi epsilon 0 ടേക്കിംഗ് ഔട്ട്സൈഡ് ദ ബ്രാക്കറ്റ്. 1 by 4 pi epsilon 0 ബ്രാക്കറ്റിന് പുറത്തേക്ക്. Q1 എന്ത് ടേമാണ്? കോമൺ ടേമാണ്. അപ്പോൾ നമുക്ക് Q1 divided by 4 pi epsilon 0. ശ്രദ്ധിക്കണേ, ഇക്വേഷൻ നോക്കുക, എൻ്റെ ബാക്കിയുള്ള ഇക്വേഷൻ നോക്കുക. Q1 ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുക്കും. Q1 divided by 4 pi epsilon 0 അവിടെ നിൽക്കട്ടെ. അത് Q1 എന്നുള്ള ചാർജിനാണ്. ദെൻ സമ്മേഷൻ. ഇനി ആരാ മാറുന്നത്? Q2 Q3 Q4. Q1 ഉണ്ടാകുന്ന ഫോഴ്സ് കണ്ടുപിടിക്കുന്നത്. Q2 മാറുന്നു, Q3 മാറുന്നു, അപ് ടു എവിടെ വരെ? Qn വരെ. സമ്മേഷൻ നമുക്ക് കൊടുക്കാം. I equal to എവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒന്നാമത്തെ ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സുകൾ. അപ്പോൾ 2, 3, 4 അങ്ങനെ പോകണം. സമ്മേഷൻ I equal to 2 മുതൽ രണ്ടാമത്തെ ചാർജ് ഒന്നാമത്തെ ചാർജ് എക്സ്പീരിയൻസ്, മൂന്നാമത്തെ ചാർജ് 1 എടുക്കുന്നത്, നാലാമത്തെ ചാർജ് 1 കൊടുക്കുന്നത്. ദാറ്റ് ഈസ് സമ്മേഷൻ ഓഫ് I equal to 2 to n നമ്പർ ഓഫ് ചാർജ്. n എവിടെ വരെ പോകാം? ഇൻഫിനിറ്റി വരെ പോകാം. ഓക്കെ, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ചാർജസ് ആണ്. Qi Q2 Q3 Q4 അങ്ങനെ പോകാൻ വേണ്ടി Qi divided by distance between R1i square. ശ്രദ്ധിക്കണേ, summation of I equal to 2 to n Qi divided by R1i square. ഇനി നമുക്ക് യൂണിറ്റ് വെക്ടർ എങ്ങനെ എഴുതാം? R1i cap. ഐക്ക് എങ്ങനെ കൊടുക്കാം? 2 3 4 5 അപ് ടു n വരെ കൊടുക്കാം. Ri അപ്പോൾ ഈക്വൽ ടു റിസൾട്ടന്റ് വെക്ടർ നമുക്ക് F1 എന്നുള്ളത് Q1 divided by 4 pi epsilon 0 summation of I equal to 2 to n Qi divided by R1i square R cap 1i. ഓക്കെ, ഇത് വെച്ച് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. നമ്മൾ കൂളംസ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള പ്രോബ്ലം ശ്രദ്ധിച്ചു നോക്കാം. F is equal to 1 by 4 pi epsilon 0 Q1 Q2 divided by R square നമ്മുടെ ബേസിക് ഇക്വേഷൻ. ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. Find the force between charges of +1 coulomb and -2 coulomb located at 0.50 meter apart in air. അവരുടെ ഫോഴ്സ് കണ്ടുപിടിക്കുക. സ്വന്തമായിട്ടും ചെയ്ത് നോക്കുക. ഇക്വേഷൻ എങ്ങനെയാണ്? F is equal to K into Q1 Q2 divided by R square. K എന്തായിരുന്നു? 1 by 4 pi epsilon 0. എൻ്റെ വാല്യൂ എന്തായിരുന്നു? 9 into 10 raised to 9. നമുക്ക് സോൾവ് ചെയ്യാം. 9 into 10 raised to 9 into Q1 ഒന്നാമത്തെ ചാർജ് 1 കൂളം. ഓക്കെ, ഇൻറ്റു രണ്ടാമത്തെ ചാർജ് -2. അപ്പം 1 into -2
ബൈ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. ഇവിടെ എത്ര ഡിസ്റ്റൻസ് വന്നിരിക്കുന്നത് 0.50 മീറ്റർ ആണ്. അപ്പം എന്ത് ചെയ്താൽ മതി, അതിന്റെ സ്ക്വയർ. അപ്പോൾ പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് കൂളുമിന് പകരം മില്ലി കുളും തരാം, മൈക്രോ കുളും തരാം, കൺവേർട്ട് ചെയ്യണം SI സിസ്റ്റത്തിലേക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ മീറ്റർ ആണ് വന്നിരിക്കുന്നത്, സെന്റിമീറ്ററിൽ തരാം. അപ്പോൾ എന്ത് ചെയ്യണം, സെന്റിമീറ്റർ മീറ്ററിലേക്ക് മാറ്റാം, 10⁻². മില്ലിമീറ്ററിലാണെങ്കിൽ 10⁻³ സോൾവ് ചെയ്യുക. F equal to -7.2 10⁻10 ന്യൂട്ടൺ. ഇവിടെ ഒരു നെഗറ്റീവ് ആണ്. എന്താ സൂചിപ്പിക്കുക നെഗറ്റീവ്? നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് അട്രാക്ഷൻ. ഇവിടെ നമ്മൾ പ്ലസ് ചാർജും മൈനസ് ചാർജുമാണ് വെച്ചത്. അപ്പോൾ അത് ചില സ്ഥലത്ത് നെഗ്ലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇക്വേഷനിൽ F is equal to K into modulus Q1 Q2 divided by R². എന്താ മോഡുലസ് സൈനെ ഒഴിവാക്കുക. ആ മോഡുലസ് ഓഫ് Q1 Q2 divided by R² എന്നൊക്കെ എഴുതാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ബാക്കിയുള്ള ടോപ്പിക്കുകൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും. ഇതൊന്ന് നന്നായിട്ട് NCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.